നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഒരു പോരാട്ടമാണ്. ഭരണഘടനാ സംരക്ഷണത്തിൻ്റെ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടം എങ്ങനെ നമ്മൾ വിജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ളത് മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ള ഒറ്റൊരു വഴി എന്ന് പറയുന്നത്. അതിന് നമ്മൾ തിരഞ്ഞെടുത്ത വഴി എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ടുള്ള വഴി തന്നെയാണ്. അതായത് നമ്മൾ കോടതിയെ സമീപിക്കുക എന്നുള്ളതും അതേപോലെ തന്നെ റാലികളും സമ്മേളനങ്ങളും സെമിനാറുകളിൽ നമ്മൾ സംഘടിപ്പിച്ചിട്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളത്. കാരണം ഇത് ഒരു സാമുദായിക ധ്രുവീകരണം വരുത്തുന്ന രീതിയിലേക്കുള്ള പല കാഴ്ചപ്പാടുകളും അതേപോലെ തന്നെ പല നരേറ്റീവുകളും പല മാധ്യമങ്ങളും സോഷ്യൽ മാധ്യമങ്ങളും എല്ലാം നൽകുന്നുണ്ടായിരുന്നു. അത് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുളവാക്കുന്ന ഒരു സംഗതിയാണ്. കാരണം കേരളം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രതീകമാണ് നമ്മുടെ സംസ്ഥാനം. അപ്പോൾ അവിടെ പോലും ഈ രീതിയിൽ രണ്ട് സമുദായങ്ങൾ തമ്മിൽ അകൽച്ച വരുത്താനുള്ള അല്ലെങ്കിൽ അടുപ്പിക്കാനുള്ള രീതിയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനും, കാരണം ഇത് എല്ലാവരും ബാധിക്കുന്നൊരു വിഷയമാണെന്ന് പറഞ്ഞ് ബോധവൽക്കരണം ചെയ്തിട്ട് ഇത് ആ രീതിയിലുള്ളൊരു വിഷയമല്ല, ഇത് ഭരണഘടനാപരമായിട്ടുള്ള വിഷയമാണ്, ഇത് അതുകൊണ്ട് തന്നെ ആ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള നമ്മളുടെ ദൗത്യത്തിൽ എല്ലാവരും ഭാഗവാക്കാകണം എന്നുള്ള രീതിയിലുള്ള സെമിനാറുകൾ, അതും ജനാധിപത്യ രീതിയിലുള്ള സെമിനാറുകളും റാലികളും എല്ലാം നമ്മളവിടെ നടത്തുന്നു. അപ്പോൾ ഈ രണ്ട് വഴിയിലൂടെ നടത്തി ഇത് ഏത് രീതിയിലാണ് നമുക്ക് ഇതിനകത്ത് വിജയം കൈവരിക്കാൻ പറ്റും. വിജയം എന്ന് ഞാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം എന്നുള്ള നമ്മുടെ ദൗത്യം വിജയിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കോടതിയിൽ ഉള്ള ഹിയറിംഗ് നടന്നതും അതിൻ്റെ പ്രഥമദൃഷ്ട്യാ കോടതിക്ക് ഉള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലത്തെ ഒരു ഇടക്കാല ഉത്തരവ് പാസ്സാക്കിയത്. അത് തീർച്ചയായിട്ടും ഒരു ആശാവഹമാണ്. ഇനിയിപ്പോൾ അടുത്ത ഹിയറിങ്ങുകളിലെല്ലാം ഇനി എന്തെല്ലാമാണ് അതിനകത്തുള്ള മോഡിഫിക്കേഷൻ വരുത്തേണ്ടതെന്ന് കോടതി തീരുമാനിക്കും.